5 സ്റ്റാർ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മിനി മിൽക്ക് കുക്കീസാണ്. തവയിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കുക്കിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു അരിപ്പയിലേക്ക് 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 5 ടേബിൾ സ്പൂൺ മൈദമാവും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് അരിച്ചെടുത്ത് നിന്ന് മാറ്റി വെക്കാം. ഇനി ഒട്ടും നനവില്ലാത്ത ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഇനി 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇത് മീഡിയം മധുരമാണ്. നല്ല മധുരം വേണമെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പൊടിച്ച പഞ്ചസാരയും ബട്ടറും കൂടി നല്ലതായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് പാൽപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇനി ഒരു മുട്ടയും കൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. മുട്ടയും കൂടി ഇതിലോട്ട് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇനി അരിച്ചു വെച്ച ആ പൊടി കുറേശ്ശെയായിട്ട് ഇതിലിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലുള്ള ഒരു മാവായിട്ടാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറേശ്ശെ മൈദമാവ് ഒന്ന് ഇട്ട് കൊടുക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലുള്ള ഒരു നല്ലൊരു ഡോ ആയിട്ട് ഇത് കിട്ടണം. മൈദമാവ് കുറേശ്ശെ വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. എനിക്കിവിടെ ഏകദേശം ഒരു 6 ടേബിൾ സ്പൂണോളം മൈദമാവ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലുള്ള ഒരു ഡോ ആയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അവിടങ്ങ് കട്ടി കൂടി പോകരുത്. അങ്ങനെയാണെങ്കിൽ കുക്കീസ് ഉണ്ടാക്കുമ്പോൾ കട്ടിയായിട്ടിരിക്കും. ഇനി കുക്കീസ് ഉണ്ടാക്കാനായിട്ട് ചെറിയ ചെറിയ ബോൾസുകളായിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് വേണം ഇത് ഉരുട്ടിയെടുക്കാനായിട്ട്. ബേക്ക് ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് വലുതായിട്ട് വരും. ഈ മാവ് വെച്ചിട്ട് ഒരു 25ഓളം കുക്കീസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് ഇവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. കുക്കീസിന് ചെറിയൊരു ഡിസൈൻ കിട്ടാനായിട്ട് ഞാൻ ഫോർക്ക് കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ബോൾസ് ഒന്ന് റെഡിയാകുന്ന സമയത്തിന് സ്റ്റൗവിൽ ഒരു 10 മിനിറ്റ് ദോശത്തവയൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിവിടെ ചപ്പാത്തി ചുടുന്ന അയണിന്റെ തവയുടെ മുകളിൽ ദോശത്തവ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നല്ലതായിട്ട് ചൂടായ തവയിലേക്ക് ഇനി കുക്കീസ് ഓരോന്നായിട്ട് നമുക്ക് എടുത്തു വെക്കാം. ബേക്ക് ചെയ്തെടുക്കുമ്പോൾ കുക്കീസ് കുറച്ചും കൂടി ഒന്ന് വലുതായിട്ട് വരും. അതുകൊണ്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം കുക്കീസ് ഓരോന്നായിട്ട് വെക്കാനായിട്ട്. ഇനി ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒരു 15 മിനിറ്റ് ഒരു അടപ്പ് വെച്ച് അടച്ച് ബേക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒന്ന് തുറന്നു നോക്കണം. ഒരുപാട് നേരം ബേക്ക് ചെയ്യാനായിട്ട് വെക്കരുത്. ഇതിന്റെ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും കുക്കീസ് ഒന്ന് തിരിച്ചിട്ട് നോക്കണം. അതിന്റെ അടിഭാഗം നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുക്കീസ് റെഡി ആയിട്ടുണ്ടെന്നുള്ളതാണ്. വീട്ടിൽ അവനൊന്നും ഇല്ലെങ്കിലും തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കുക്കിയാണ്. കുക്കീസ് നല്ലതായിട്ട് തണുത്തതിന് ശേഷം വേണം സെർവ് ചെയ്യാനായിട്ട്. 15 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൊന്ന് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.